ശരിയായ രീതിയിൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ശരിയായ രീതിയിൽ അവർക്ക് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ആവാതെ ഇരിക്കുന്ന ഒരു തലമുറ നമ്മുടെ മുന്നിലുണ്ട് എന്നത് വലിയൊരു സത്യമാണ്. ഈ കോൺസെപ്റ്റ് എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് വിദ്യാഭ്യാസം അല്ലെങ്കിൽ അക്കാഡമിക് പരിചയം ഉള്ളത് കൊണ്ട് മാത്രം നമ്മുടെ ഒരു തലമുറയോ നമ്മളോ രക്ഷപ്പെടുന്ന ഒരു കാലഘട്ടം മാറിക്കഴിഞ്ഞു. കാരണം നമുക്കറിയാം, ഇവിടെ 34 ലക്ഷം പിള്ളേരാണ് അഭ്യസ്തവിദ്യരായ തൊഴിൽ അന്വേഷകരായ വിദ്യാർത്ഥി സമൂഹം നമ്മുടെ പുറത്തുള്ളത്. ശരിയായ രീതിയിൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ശരിയായ രീതിയിൽ അവർക്ക് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ആവാതെ ഇരിക്കുന്ന ഒരു തലമുറ നമ്മുടെ മുന്നിലുണ്ട് എന്നത് വലിയൊരു സത്യമാണ്. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാള് എംടെക് ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. യൂബർ ഓടിക്കുന്ന എംടെക്, ഡബിൾ എംടെക് മേടിച്ച ഒരാളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ ജീവിതത്തിന്റെ ഗതികേട് കൊണ്ട് കിട്ടുന്ന ജോലിയിൽ കയറിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു തലമുറ നമ്മുടെ മുന്നിലുണ്ട്. ആ തലമുറ ഡിപ്രഷൻ അടിച്ച് ഒരുപക്ഷെ അവർ സൈറ്റിക്കായി മയക്കുമരുന്നിന് കടിമയായി പോകുന്ന ഒരു ഘട്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് ഈ ഒരു വിദ്യാഭ്യാസം എന്നൊരു നമ്മുടെ ഈ ധനത്തിന്റെ, മൂലധനത്തിന്റെ അല്ലെങ്കിൽ ചൈതന്യത്തിന്റെ, ഈ വെളിച്ചത്തിന്റെ കാലിക പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ അന്തർലീനമായ കഴിവുകളെ കണ്ടെത്തുകയും, അപ്പോൾ ഒരു 15 വയസ്സ് 14 വയസ്സാകുമ്പോൾ ഒരു കുട്ടിക്ക് അവനിൽ ഉള്ള ഒരു കഴിവ് നമുക്ക് കണ്ടെത്താൻ പറ്റുകയും ആ കഴിവിന് അനുയോജ്യമായിട്ടുകൊണ്ട് ഏത് കരിയറിലേക്കാണ് അവനെ അല്ലെങ്കിൽ ആ കുട്ടിയെ കൊണ്ടെത്തിക്കാൻ പറ്റുന്നത് എന്ന് ശാസ്ത്രീയമായി പറയുന്ന അല്ലെങ്കിൽ കണ്ടെത്തുന്ന ഒരു ആശയമാണ് ഞങ്ങളിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമായ കരിയർ കൗൺസിലിംഗ് ആണുള്ളത്. പക്ഷെ ആ കരിയർ കൗൺസിലിംഗ് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമായതുകൊണ്ട് അതിന് വളരെ രീതിയിൽ ഇവിടെ എക്സ്പേർട്ടുകൾ ഉണ്ട് അത് പറയാനായിട്ട്. അങ്ങനെ ഒരു AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സ്കിൽ അസസ്മെന്റിലൂടെ ഒരു കുട്ടിയുടെ കരിയറിനെ കണ്ടെത്തി കൃത്യമായ ഒരു കരിയറിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇത്. ഏകജാലക എന്ന ഒരു ആശയമാണ് അവരുടെ ഒരു ഫ്രാഞ്ചൈസി ആയിട്ടാണ് ഞാനിവിടെ തുടങ്ങുന്നത്. ഒപ്പം സൃഷ്ടി കരിയർ എന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു സംരംഭത്തിന്റെ തുടക്കം കുറിക്കുകയും കൂടിയാണ്. വിദ്യാർത്ഥി സമൂഹത്തിന് വിദ്യാഭ്യാസത്തിന് വേണ്ടി ആ വിദ്യാഭ്യാസത്തെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മറ്റുള്ള ഒരാൾക്കുള്ള വെളിച്ചമായി കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ അവരെ ഒരു സമൂഹത്തിനെ നമ്മൾക്ക് ഒരു പുതിയ ദിശാബോധം കൊടുത്തുകൊണ്ട് അവരെ പ്രൊഡക്റ്റീവായിട്ട് അവരെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ എങ്ങനെയൊക്കെ പറ്റും എന്ന ഒരു ആലോചനയുടെ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു തുടക്കമാണ് ഇന്നിവിടെ ഉള്ളത്. ഇതിലെ ഈ ഒരു യാത്രയിൽ കൂടെയുള്ള ഒരു വലിയ ഒരു എന്റെ കൂടെ തന്നെ യാത്രയുടെ ഒപ്പം തന്നെയുള്ള ഒരു പ്രസ്ഥാനമാണ് ഏകജാലക. അതിന്റെ ഡയറക്ടേഴ്സ് ഗിരീഷ് അവർകൾ ആൻഡ് സുധീർ ധയസ്, ഇവർ രണ്ടും കോ ഫൗണ്ടേഴ്സും ഡയറക്ടേഴ്സും ആണ്. ഒപ്പം ഏകജാലക ടീം മൊത്തമുണ്ട്. പിന്നെ എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ ഹൃദയഭാഷയിൽ ഞാൻ നന്ദി കൂടി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ ട്രസ്റ്റ് ആണല്ലോ. ഈ ട്രസ്റ്റ് വിശ്വാസം കിട്ടാന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പൊ ആ വിശ്വാസം എന്നും നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന വിശ്വാസം ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ എനിക്ക് അത് ഉയർത്തിപ്പിടിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരുപാട് നന്ദി, നമസ്കാരം.